നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോഴ്സ് എന്ന ഇറാന്റെ സൈനിക ശക്തി എത്രത്തോളം ലോക രാജ്യങ്ങൾക്ക് അവർ പ്രചോദനവും അതുപോലെ തന്നെ ഭയപ്പാടും സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരേണ്ടത്. ഇവർക്ക് പരിപൂർണമായി റഷ്യയുടെ സാങ്കേതിക സഹായങ്ങളുടെ പിന്തുണയുണ്ട്. ഇസ്രായേലിന്റെ മൊസാദിനെയും അമേരിക്കയുടെ പെൻറ്റഗൺ സംവിധാനത്തെയും ഒരു പരിധിവരെ പിടിച്ചു കെട്ടാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് അത്ഭുതാവഹമാണ്. 4000 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മിസൈലുകൾ അവർ ഇതിനോടകം തന്നെ തൊടുത്തു വിട്ടു. ഇപ്പോൾ പന്ത് ഇറാന്റെ കോർട്ടിലാണ്. റഷ്യ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നു. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഏറ്റവും ശക്തമായ സാഹചര്യമാണിപ്പോൾ. ഫലസ്തീനെ കടന്നാക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലസ്തീൻ്റെ രാഷ്ട്രപദവി നൽകാൻ വിസമ്മതിക്കുന്നവർക്കെതിരെയുള്ള ഇറാന്റെ ഒരു പടപ്പുറപ്പാട് കൂടിയാണിത്. ഒരു യുദ്ധത്തിൽ അപ്പർ എഡ്ജ് കിട്ടുമ്പോൾ കേവലം 1-2 ഡിമാൻഡ് മാത്രമല്ല വെക്കേണ്ടത്. ഇറാനും റഷ്യയും ഒക്കെ സംയുക്തമായി ആഗ്രഹിക്കുന്ന ചില നിരവധിയായ ഡിമാൻഡുകൾ, അനേകം ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കേണ്ടിയിരിക്കുന്നു. ആ ഡിമാൻഡുകളെ കുറിച്ച് ആലോചിക്കുകയാണ്. 5 ദിവസത്തെ സാവകാശം അമേരിക്ക നൽകുമെന്ന് പറഞ്ഞു. പോയി പണി നോക്കാനാണ് ഇറാൻ പറഞ്ഞത്. 5 അല്ല 50 ദിവസത്തെ സാവകാശം തന്നാലും ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇറാൻ പറയുന്ന ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കണം. നോക്കൂ, അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് പറഞ്ഞു തുടങ്ങിയ അമേരിക്ക 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞ അമേരിക്ക ഏറ്റവും ഒടുവിൽ പറയുന്നു 5 ദിവസം നിങ്ങൾക്ക് ഇളവ് തരാം, അത്രയും ദിവസം നിങ്ങളെ അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റം ആക്രമിക്കാൻ ഒന്നും തന്നെ ശ്രമിക്കില്ല, നിങ്ങൾക്ക് ചിന്തിച്ച് അനുകൂലമായൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സമയമാണ്. അപ്പോഴും ഇറാൻ പറയുന്നു ഞങ്ങൾ യുദ്ധം ചെയ്ത് മരിക്കാനും തയ്യാറാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാഭിമാനത്തിൽ തൊട്ട് വ്രണപ്പെടുത്തിയവരെ വെറുതെ വിടാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. റഷ്യയും ഈ കാര്യത്തിൽ ഇറാന്റെ ചങ്കുറപ്പിനോട് ഐക്യദാർഢ്യവുമായി വരുമ്പോൾ ഇത് സാമാന്യം ഒരു രാജ്യത്തിനെടുക്കാൻ പറ്റുന്ന കടുത്ത തീരുമാനങ്ങളെക്കാൾ അവരുടെ കരളുറപ്പ്, അവരുടെ ആ നെഞ്ചുറപ്പിനെ ലോകരാജ്യങ്ങൾ മുഴുവൻ അഭിനന്ദിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ആകെ അന്താളിച്ചു നിൽക്കുന്ന സമയത്തും റഷ്യ പറയുന്ന ഒരു തീരുമാനമുണ്ട്. ഇറാൻ നയതന്ത്രപരമായി റഷ്യയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇറാന്റെ എണ്ണ വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ തടഞ്ഞ നീക്കങ്ങൾക്കെതിരെ, റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞ അമേരിക്കയുടെ നീക്കങ്ങൾക്കെതിരെ, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒത്തൊരുമയെ പൊളിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ഇനി വാങ്ങിച്ചു കെട്ടാനിരിക്കുന്നതിന് കയ്യും കണക്കൊന്നുമില്ല. നിരവധിയായ സാഹചര്യങ്ങളിലൂടെ ഇനിയും കടന്നു പോകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാന തീരുമാനങ്ങൾ റഷ്യയുമായി സംയുക്തമായി ചേർന്നെടുക്കേണ്ടതാണ്. ആ 2 തീരുമാനങ്ങളും ആ തീരുമാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനി അങ്ങോട്ട് ലോകരാജ്യങ്ങൾ പലരും ചിന്തകൾ മാറ്റിമറിക്കേണ്ടത്. കാരണം അത്രയും ശക്തമായ ദൃഢമേറിയ തീരുമാനങ്ങൾ ഇരുവരും എടുക്കും.